ആ ഇരിക്കുന്ന സാധനമാണ്, അതായത് ഈ ഇരിക്കുന്ന സാധനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി. വലുപ്പത്തിൽ ഏറ്റവും വലിയ കറൻസിയാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചേട്ടൻ്റെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചേട്ടൻ്റെ ചാനലിൽ ആ വീഡിയോ ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് നേരിട്ട് കാണണമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഇത് കാണണമെന്ന് ആഗ്രഹം കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. ചേട്ടാ എങ്ങനെ ചേട്ടാ ഇതിൻ്റെ കാര്യം, ഇത് എന്താ സംഭവം? ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി അതിന്റെ ഒരു പെട്ടി മാത്രമാണ് ഇത്. ആണല്ലേ? കറൻസി ഇതിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്ന് നമുക്കറിയണം, ഇത് എന്താണെന്നുള്ളത് അറിയണം. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു സ്റ്റോറി ഉള്ള ഒരു സാധനം. എന്റെ ലൈഫിൽ ഞാൻ കപ്പലിൽ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും നേരിട്ട് പോയ രാജ്യങ്ങൾ വളരെ കുറവാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ തായ്ലൻഡിലൊരു ഓപ്ഷന് വേണ്ടിയിട്ട് പോയ കാര്യം. അപ്പോൾ തായ്ലൻഡിൽ അങ്ങനെ ഒരു ഏരിയ, അല്ലെങ്കിൽ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ തായ്ലൻഡിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഏകദേശം 8ഓളം തവണ വീണ്ടും എക്സിബിഷനുകൾക്ക് പോയി. മൊത്തത്തിൽ ഒരു 8-9 തവണ ഞാൻ തായ്ലൻഡിൽ പോയി. അപ്പോൾ മലേഷ്യയിൽ ഞങ്ങൾ പല ഗ്രൂപ്പുകളുണ്ട്, അതായത് കോയിൻസ് കളക്ട് ചെയ്യുന്ന, കറൻസി കളക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഇന്റർനാഷണൽ ഗ്രൂപ്പുകളിലൊരു ന്യൂസ് വന്നിരുന്നു, മലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി ഇഷ്യൂ ചെയ്യാൻ പോകുന്നു. 6000 കറൻസിയാണ് അവർ മൊത്തത്തിൽ ഇഷ്യൂ ചെയ്യുന്നത്. 6000 കറൻസി ഇഷ്യൂ ചെയ്യുന്നതിൽ 500 കറൻസി അവർ റിസർവ് ചെയ്യും. അതായത് അവർ മാർക്കറ്റിലേക്ക് 500 എണ്ണം ഇറക്കില്ല. 1000 കറൻസി ഇന്ത്യൻ നാഷണൽ സിറ്റിസണിനും 4500 കറൻസി മലേഷ്യൻ സിറ്റിസണിനും 500 എണ്ണം അവർ റിസർവ് വെക്കുകയാണ്. അതാണ് അവരുടെ പദ്ധതി. അപ്പോൾ 1000 എണ്ണം മാത്രമാണ് ഇന്റർനാഷണൽ ബയേഴ്സിന് വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ അത് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അതിൽ രജിസ്റ്റർ ചെയ്യണം. ഞാനപ്പോൾ മലേഷ്യയുടെ അവരുടെ വെബ്സൈറ്റൊക്കെ തപ്പിയെടുത്ത് ഞാൻ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തു. നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽ കൊടുക്കണം, നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, ഇത്ര മാത്രമേ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത് അതങ്ങ് പോയി. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൽ വന്നു. മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെയിൽ വന്നു, നിങ്ങൾ വൺ ഓഫ് ദ വിന്നറാണ്. അപ്പോൾ അത് മലേഷ്യൻ ആർട്ട് ഗാലറി അവരുടെ മ്യൂസിയത്തിൽ പോയിട്ട് ഈ സാധനം കളക്ട് ചെയ്യണം. ഏത് ഫ്ലോറിലാണ്, അതിൻ്റെ ഫ്ലോർ ഡീറ്റെയിലും എല്ലാം ഉൾപ്പെടെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്താണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എനിക്കൊരു മെയിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളതിലൊരു വിന്നറാണ്, അപ്പോൾ അത് കളക്ട് ചെയ്യണം. ഇതാണ് അവരുടെ വന്നത്. ഐ കൺഫേം മൈ എയർ ടിക്കറ്റ്. ഞാൻ അതിന് അവർക്കെല്ലാം റിട്ടേൺ കൊടുത്തു. ഞാൻ അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ എൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും അവരുടെ ഒഫീഷ്യലി തന്നിരിക്കുന്ന, കിട്ടിയെന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള എൻ്റെ ഡീറ്റെയിൽ. ഇപ്പം ഞാൻ പറഞ്ഞ അന്നത്തെ പാസ്പോർട്ട് ഡീറ്റെയിൽ, ഇന്ന് പാസ്പോർട്ടൊക്കെ മാറി, ഇതെല്ലാം വെച്ചിട്ടൊരു ഇത് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് കിട്ടിയല്ലോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ 1000 പേരിൽ ഒരാളാണ് ഞാൻ. ഈ നോട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്ന 70,000 പേരിൽ അവർ തിരഞ്ഞെടുത്ത 1000 പേരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നത്? ഒന്നുമില്ല, ഇത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക. അപ്പോൾ 70,000 ആൾക്കാരായിരുന്നു ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിരുന്നത്. ഇതുപോലെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിരുന്ന 70,000 ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും 1000 പേരാണ് അവരിങ്ങനെ ഇലക്ട്രോണിക്സ് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ ഒരാൾ ഞാനായെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന പർട്ടിക്കുലർ ദിവസത്തിനുള്ളിൽ ഈ സാധനം വന്ന് അവരുടെ മലേഷ്യൻ മ്യൂസിയത്തിൽ നിന്ന് വന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുവരെ മലേഷ്യക്ക് പോയിട്ടില്ല. അപ്പോൾ എൻ്റെ എല്ലാ ട്രാവലിങ്ങും കോർഡിനേറ്റ് ചെയ്യുന്ന റിയ ട്രാവൽസാണ്. അപ്പോൾ ഞാൻ റിയൽ ഒറീസാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് മലേഷ്യക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വിസയ്ക്ക് എന്താ 2000 രൂപ മറ്റേ ഉള്ളൂ, ടിക്കറ്റ് 12,000 രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഈ ഡേറ്റിൽ എടുത്തേക്കെന്ന് പറഞ്ഞു. ഞാൻ ആ ഡേറ്റിൽ രാവിലത്തെ അവിടെ ചെന്ന് ഇറങ്ങാനുള്ള ടിക്കറ്റും വൈകിട്ട് തിരിച്ചു വരാനുള്ള ടിക്കറ്റും ഒറ്റ ദിവസം. അതായത് എനിക്ക് അവിടെ അക്കോമഡേഷൻ ഇല്ല ഒറ്റ ദിവസം. പക്ഷേ നമ്മൾ മലേഷ്യക്ക് പോകുന്നെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ ഹോട്ടൽ അക്കോമഡേഷൻ കാണിക്കണം. അപ്പോൾ അവിടെ നമുക്ക് അവേഴ്സിന് ഹോട്ടൽസ് കിട്ടും, 4 അവർ 5 അവേഴ്സ്. കാരണം ഈ ഫ്ലൈറ്റൊക്കെ ഒരുപാട് വന്നിറങ്ങുകയും പല ഫ്ലൈറ്റിലേക്ക് ആളുകൾ മാറി കയറുകയും ചെയ്യുന്നൊരു സ്ഥലമായിട്ട് ഫ്ലൈറ്റൊക്കെ ഡിലേ ഉള്ള സമയത്ത് ആളുകൾക്ക് താമസിക്കാൻ എയർപോർട്ടിനടുത്ത് തന്നെ 5 മണിക്കൂറിനും 4 മണിക്കൂറിനും ഹോട്ടൽസ് നമുക്ക് റെന്റിന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഒരു 1000 രൂപയ്ക്ക് 3 സ്റ്റാർ ഹോട്ടലൊക്കെ നമുക്ക് 5 മണിക്കൂറിനേക്ക് കിട്ടും. അപ്പം ഞാൻ ആ ഒരു ഹോട്ടലും ബുക്ക് ചെയ്തു. എൻ്റെ യാത്ര ഞാൻ പത്തനംതിട്ടയാണ്, എനിക്ക് കൊച്ചിയിൽ നിന്നാണ് ടിക്കറ്റ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബൈക്കിനാണ് കൊച്ചിക്ക് പോകുന്നത്. അതായത് എനിക്ക് വെളുപ്പിനത്തെ ഫ്ലൈറ്റാണ്. ഞാൻ ഇവിടുന്ന് ഒരു 4 മണി 5 മണിയായപ്പോൾ ഇവിടുന്ന് ബൈക്കിന് പോയി. രാത്രി ആയപ്പോഴത്തേന് ഞാൻ കൊച്ചിയിൽ ചെന്നു. ബൈക്കൊക്കെ കൊച്ചി എയർപോർട്ടിന് തന്നെ പാർക്കിങ്ങിൽ വെച്ച് 100 രൂപ മറ്റോ ആണ് എൻ്റെ പാർക്കിംഗ് ഫീ എന്തായിരുന്നുണ്ട്. വൈകിട്ട് ഞാൻ എയർപോർട്ട് ലോഞ്ചിലൊക്കെ പോയി. രാത്രി 12 മണിയുടെ ഫ്ലൈറ്റാണ് ഇന്ത്യയിൽ നിന്ന്. വെളുപ്പിന് എന്തോ 4 മണിക്കോ അങ്ങോട്ടാണ് അവിടുത്തെ ടൈമിൽ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ എനിക്ക് മ്യൂസിയത്തിൽ പോകേണ്ടത് 10 മണിക്കാണ്. ഞാൻ 4 മണിക്ക് ഇറങ്ങിയെങ്കിൽ ഞാൻ മലേഷ്യ എയർപോർട്ടിൽ തന്നെ ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ തന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഫ്രഷ് ആവാനെല്ലാം ഉണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ശരിക്കും ബാത്റൂം, അതിൻ്റെ അകത്ത് തന്നെ ഉറങ്ങാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി വേണമെങ്കിൽ നമുക്ക് റെന്റിന് എടുക്കാൻ കിട്ടും. ഉറങ്ങേണ്ട ആളുകൾക്കാണ് എയർപോർട്ടിൽ തന്നെ. അപ്പോൾ അതൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി. അവിടെ ഓൺലൈൻ ടാക്സി ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ടാക്സിക്കാരോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് ഇന്നടത്ത് പോകണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ അവിടെ 200 റിംഗിറ്റോ മറ്റാണ് അവിടുത്തെ കറൻസിയിൽ. നമ്മുടെ 4000 രൂപ എടുത്ത് 3500 രൂപ എടുത്താണ്. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഒരു 1 അവർ വെയിറ്റ് ചെയ്തിട്ട് എന്നെ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പുള്ളി ഓക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് കൂടെ കൂടുതൽ
കൊടുത്ത് അങ്ങനെ ആദ്യമായിട്ട് മലേഷ്യൻ കാലൂത്താണ്. അവിടുന്ന് പുള്ളി എന്നെ നേരിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കുറേ ആളുകളുണ്ട്. അപ്പോൾ ലൈനിൽ നിന്നു നമ്മൾ അകത്ത് നമ്മുടെ പാസ്പോർട്ട് നമ്പർ വെച്ച് അവരിങ്ങനെ വെരിഫൈ ഈ സാധനം നമ്മൾ കൊടുക്കും. ഇത് കൊടുത്ത് നമ്മുടെ പാസ്പോർട്ട് നമ്പറും കൊടുക്കുമ്പോൾ അവർ പരസ്പരം വെച്ച് പാസ്പോർട്ട് വെരിഫൈ ചെയ്തിട്ട് ആ ഒരു ലേഡി ആയിരുന്നു. അവർ പറഞ്ഞു യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഇന്ത്യ കളക്ടിങ് ദിസ് ബാങ്ക് നോട്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് വേറെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഇത് ഇഷ്യൂ പ്രൈസ് ഇത് 600 റിങ്കറ്റിൻ്റെ ബാങ്ക് നോട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 1700 റിങ്കറ്റാണ്. അതായത് ഏകദേശം അന്നത്തെ ക്യാഷ് അനുസരിച്ച് 28,000 രൂപ. ഞാൻ ആകെ പോയത് ഏകദേശം 30,000-35,000 രൂപ മാത്രമേ എൻ്റെ ഉണ്ടായി, ടാക്സിക്ക് എല്ലാമായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്യാഷ് കൊടുത്തു, ഈ സാധനം അവിടെ നിന്ന് കളക്ട് ചെയ്തു. ആ ടാക്സിക്കാരെ നേരെ ഞാൻ ഈ പറഞ്ഞ എയർപോർട്ടിനടുത്ത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ വന്ന് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് എൻ്റെ ഈവനിങ് ഫ്ലൈറ്റിൽ ഞാൻ നൈറ്റ് ഒരു 11-12 മണിക്ക് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി. കൊച്ചി എയർപോർട്ടിൽ നിന്ന് എൻ്റെ പ്ലാന് വണ്ടി ഓടിച്ച് നേരെ പത്തനംതിട്ടയ്ക്ക് വരുമായിരുന്നു. പക്ഷേ രാത്രി ആയപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ. അപ്പം വണ്ടി പഞ്ചറാവുമോ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ കടന്നു പോകണമെന്ന് വെച്ചിട്ട് ഞാൻ ആ വരുന്ന വഴിക്ക് തന്നെ ആ മൂവാറ്റുപുഴ ഭാഗത്തൊരു ഹോട്ടലിൽ മറ്റേ നമ്മുടെ ഓൺലൈൻ വഴി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് നൈറ്റ് ഉറങ്ങി രാവിലെ വന്നിട്ട് ഈ സാധനം ഞാൻ വീട്ടിലെത്തി. അപ്പോഴത്തേനും ഇവിടെ എൻ്റെ 1-2 മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഇത് വാർത്തയാക്കിയിരുന്നു. കാരണം ഞാനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി ഇതല്ല ഇരിക്കുന്ന നോട്ടല്ല, അതിന് വേറെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ നോട്ടിലേക്ക് കടക്കുകയാണ്. അവര് 600 റിങ്കറ്റിൻ്റെ നോട്ട് 1700 റിങ്കറ്റിന് തരാൻ കാരണം ഇതിന്റെ ഈ കേസിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് ലെതർ കേസാണ്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് സാധനം അല്ലേ? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി. അതായത് സൈസ് വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് കോമമറേറ്റീവ് ഇഷ്യൂ ആണ്. അതായത് ഒരു കാരണവശാലും കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് കോമമറേറ്റീവ് ആയിട്ട് ഇഷ്യൂ ആണ്. പക്ഷേ കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സർക്കുലേഷനിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കറൻസിയാണ് ഈ കാണുന്നത്. ഇത് USSRന്റെ 500 രൂപയുടെ നോട്ടാണ്. അത് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ഇത് അന്ന് ഉപയോഗിക്കുന്നത് 8 മടക്കിയ നോട്ടുകൾ മാത്രമേ ഇത് സാധാരണ കാണത്തുള്ളൂ. കാരണം ഇത് അന്ന് പേഴ്സിലും പോക്കറ്റിലും ഒക്കെ വെക്കണമെങ്കിൽ ഇത് ഇങ്ങനെ മടക്കി 8-4 മടക്കില്ലാത്ത ഈ നോട്ടുകൾ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും സർക്കുലേഷൻ വലിയ സർക്കുലേഷൻ ഉണ്ടായിരുന്ന ഉപയോഗത്തിലുണ്ടായിരുന്ന നോട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സർക്കുലേഷൻ ഇല്ലാത്ത കോമമറേറ്റീവ് നോട്ടുമാണ് ഈ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇറക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മലേഷ്യയുടെ ഒരു ബ്രിട്ടീഷിന്റെ ഒരു ടെറിട്ടറി ആയിരുന്നു. ബ്രിട്ടീഷിൽ നിന്നും അവർ സ്വതന്ത്രമായിട്ട് 60 വർഷങ്ങളാവുന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ 60ന്റെ ഒരു നോട്ട് ഇറക്കി, 600ന്റെ ഒരു നോട്ട് ഇറക്കി. അപ്പോൾ 600ന്റെ ഈ നോട്ടിന്റെ ഈ ഭാഗത്ത് കാണുന്ന അവരുടെ ഇതുവരെയുള്ള അവരുടെ പ്രസിഡന്റുമാരാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ തന്നെ ഇതിന്റെ മറുവശം ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ സീരിയൽ നമ്പർ നിങ്ങൾക്ക് കാണാം 3427. ഇതിന് 4 സീരിയൽ നമ്പർ മാത്രമേ ഉള്ളൂ ഈ നോട്ടിന്. കാരണം 6000 നോട്ട് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫാൻസി നോട്ടുകൾ, അതായത് ഇതിൻ്റെ അവിടത്തേക്ക് ഒരു ഫേമസ് നമ്പറാണ് 8 എന്ന് പറഞ്ഞാൽ ചൈനീസിൽ എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കും. 8ന്റെ എല്ലാ സൈഡും ഉരുണ്ടിരിക്കുന്നുണ്ട്. ഈ റണ്ണിങ് ആണ്, അതായത് ഈ പൈസ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ 8നെ കുറിച്ച് അവർ പറയുന്നത്. അപ്പോൾ 8ന് ഭയങ്കര ഡിമാൻഡാണ്. ഇതിലെ 8 എന്ന് വന്നതും 88 എന്ന് വന്നതും നോട്ടുകൾ, 888 എന്ന് വന്ന നോട്ടുകൾ അന്നത്തെ കാലത്ത് പോയത് 20,000 റിങ്കറ്റ്സിന് മേളിലാണ്. ഇന്ത്യൻ മണി ഇൻറ്റു ഇപ്പോൾ 20 ആണ്. അതായത് ഒരു 4 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് അന്നത്തെ കാലത്ത് ഫാൻസി നമ്പർ. അത് 2 വർഷമാകുന്നു. 2 വർഷം. ഇത് 2018 ആദ്യമാണ് ഞാൻ പോയിട്ട് കളക്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട്. അപ്പം ന്യൂസ്മാന് വേണ്ടിയിട്ട് ഞാനിത് കൊണ്ടുവന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് വാട്ടർ മാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ 6000 നോട്ടുകൾ ഒന്നാണ് കേരളത്തിൽ ഇപ്പൊ ഇരിക്കുന്നത്. കേരളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? കേരളത്തിൽ വേറെ ആരുടെയെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യയിലുണ്ട്. എനിക്കിത് ഇഷ്യൂ പ്രൈസിന് കിട്ടിയെങ്കിലും ഇത് പിന്നീട് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വെളിയിലോട്ട് വരുമ്പോൾ തന്നെ ചൈനീസ് ഡീലർമാർ, സിംഗപ്പൂർ ബേസ്ഡ് ഡീലർമാർ ഈ മ്യൂസിയത്തിന്റെ വാതിക്കെ തന്നെ നിൽക്കുകയാണ്. അതായത് അവര് 3000 റിങ്കറ്റ് സ്പോട്ടിൽ തരാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇത് വലിയൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഇട്ട് തരുന്ന കവറിന് വെളിയിലേക്ക് ഇത് നിൽക്കുമായിരുന്നു. അപ്പൊ അറിയാം ഇത് നോട്ടായിട്ട് വരുന്ന ആളാണ്. അപ്പൊ 1700 റിങ്കറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ച ഈ നോട്ട് 3000 റിങ്കറ്റിന് സ്പോട്ടിൽ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ രസം അതല്ല, ഇന്ന് ഈ നോട്ടിന് മലേഷ്യക്കാർ എടുക്കുന്ന വില, അതായത് നമ്മളിത് മലേഷ്യയെ കൊണ്ട് ഡീലേഴ്സിന് കൊടുത്താൽ അവർ തിരിച്ചു തരുന്ന വില 10,000 റിങ്കറ്റ് ആണ്. അതായത് ഇന്ത്യൻ മണി 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. അതെ, ഇത് എനിക്ക് ഒരിക്കലും കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല. ഞാനിത് എന്റെ പേഴ്സണൽ, കാരണം നമ്മൾ അത്രയധികം യാത്ര ചെയ്ത് നമ്മൾ പോയിട്ടില്ലാത്തൊരു രാജ്യത്ത് പോയി ഒരു ദിവസം കൊണ്ട് തിരിച്ചു വന്ന അത്രയ്ക്ക് ആ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് ഇത് കൊടുക്കാൻ വേണം. കാരണം ഞാനാണിത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അതുവരെ ഉണ്ടായിരുന്ന വലിയ കറൻസിയുടെ മാറ്റിയിട്ട് ഈ കറൻസി ആണ് വലുതെന്ന് പറഞ്ഞ് ഞാനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൊടുത്തത്. അത് അവർ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. ലെറ്റർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു.
ഓക്കെ, എനിവേ ഞാൻ അവർക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തിരുന്നു. അതും ഇപ്പോൾ വേൾഡ് ബിഗ്ഗസ്റ്റ് ബാങ്ക് നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഫിലിപ്പീൻസിന്റെ ഒരു കറൻസി ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ ഇതാണോ തന്നെ. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് പേപ്പറും കാര്യങ്ങളും അതെല്ലാം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു കളക്ഷനിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ കാണാത്ത ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് കാണാത്തല്ല, ഒട്ടുമിക്ക ആൾക്കാർ ഈ സാധനം കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ഇതുപോലെ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വീഡിയോകൾ കാണുന്ന വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സിബിച്ചേൻ്റെ ചാനൽ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബൈ.